അമേസ് ഹോംസിന്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് സ്വാഗതം. 2 വർഷം മുമ്പ് അമേസ് ഹോംസ് കംപ്ലീറ്റ് ചെയ്ത ട്രിവാൻഡ്രം സ്റ്റാച്യൂലുള്ള ഒരു പ്രോജക്റ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് ട്രിവാൻഡ്രം സെൻട്രലായിട്ട് പോലും വളരെ കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്. ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് വൈബ് തരുന്ന വെട്ടവും വെളിച്ചവും അതുപോലെ വെന്റിലേഷനും ഉള്ള അമേസിന്റെ ഒരു അമേസിംഗ് പ്രോജക്റ്റാണിത്. ഈ പ്രോജക്റ്റിന്റെ ഓണേഴ്സ് ആയ മിസ്റ്റർ വിഷ്ണു അതുപോലെ അമ്മയും ഇന്ന് നമുക്കൊപ്പം ഉണ്ട്. അമേസ് ഹോംസുമായിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നേരിട്ട് ചോദിച്ചറിയാം. അപ്പോൾ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ 2 വർഷം ആവുന്നല്ലേ? അപ്പോൾ എന്താണ് ഈ 2 വർഷത്തെ നിങ്ങളുടെ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം നമുക്ക് വേറെ കംപ്ലയിൻറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈ സമയത്ത് തന്നെ വളരെ നല്ല രീതിയിൽ കഴിച്ചേട്ടൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്ന് ഒരു ദിവസം ഒരു 3-4 പ്രാവശ്യമൊക്കെ വരും, ഇടയ്ക്കിടയ്ക്ക് വരും. അങ്ങനെ ആരും പോകുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളത് മാത്രമല്ല, ഇപ്പം ഒരുപാട് ഇതേപോലത്തെ കൺസ്ട്രക്ഷൻ സ്ഥാപനങ്ങളുണ്ടല്ലോ, നമുക്ക് ആർക്ക് കൊടുക്കണം എന്നൊരു വലിയൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നമ്മൾ നോക്കി പിന്നെ ഒരുപാട് നമ്മൾ ഇതേപോലെ ന്യൂസിലൊക്കെ കേൾക്കണമുണ്ട്, നമ്മളെ പൈസ വെച്ചിട്ട് ബിൽഡിങ് കുളമാക്കിയിട്ട്. പക്ഷെ ഇത് അങ്ങനെയാണ് നമ്മൾ അവസാനം സഹിച്ചാൽ കണ്ടെത്തി. പക്ഷെ നമുക്ക് നല്ലൊരു റിസൾട്ട്. 2 വർഷമായിട്ട് ഇവിടെ വേറെ നമുക്ക് തന്നെ കാണാമല്ലോ, ഇവിടെ വേറെ പ്രശ്നമില്ല. അമ്മയ്ക്ക് എന്താ പറയാല്ലേ? എനിക്ക് നല്ല രീതിയിൽ ചെയ്തു തന്നു. അപ്പോൾ എനിക്കാണ്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ കഴിച്ചെടുത്തു. അങ്ങനെ പതിനൊന്നും ഒരു എതിര് പറയില്ല, എന്തിനും നമ്മളെ എല്ലാ ആവശ്യങ്ങളും സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ നമ്മളൊരു വീട് വെക്കുമ്പോൾ എന്തായാലും വീട്ടിലെ എല്ലാവരുടെ അഭിപ്രായം എടുക്കും. അപ്പൊ അമ്മയാണെങ്കിൽ വേറൊരു ജനറേഷൻ, മോൻ വേറൊരു ജനറേഷൻ. അപ്പോൾ അമ്മയുടെ ട്രഡീഷണൽ ഐഡിയാസും അതുപോലെ മോഡേൺ ഐഡിയാസും തമ്മിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ? അമ്മ കാര്യം നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ ഗ്ലാസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ എൻ്റെ ഒരു ഇതിലായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് അതൊന്നും താല്പര്യമില്ല, എതിർപ്പായിരുന്നു, ഭയങ്കര എതിർപ്പായി. പിന്നെ അവസാനം അമ്മ എങ്ങനെ എത്തിച്ചു? ഞാൻ ഇനി ലോൺ എടുക്കൂലെന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ ഇഷ്ടമായോ അമ്മയ്ക്ക് വീട് വെച്ച് കഴിഞ്ഞപ്പോൾ? നല്ല പ്രകാശം. ഇനി ഈ വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താ? ഒരു എലമെന്റോ അല്ലെങ്കിൽ ഒരു സ്പേസോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പ്രത്യേകിച്ച് ഇപ്പം മഴ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വ്യൂ എൻജോയ് ചെയ്യാല്ലേ? അമ്മയ്ക്ക് ഏതാ ഇഷ്ടപ്പെടുത്തത്? കിച്ചണോ? കിച്ചൺ, പിന്നെ ആ റൂമിൽ കിടന്ന കിച്ചൺ അമ്മ പറഞ്ഞ രീതിയിലാണോ ചെയ്തത്? അതിൽ ഞാൻ കുറെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ കിച്ചണ് ഞാൻ ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അമ്മ അതിൽ അമ്മ ഞാനിവിടെ കുറച്ചുകൂടെ കംപ്ലീറ്റ് ഓപ്പൺ ആക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വീട് വെച്ചിട്ട് 2 വർഷമായി. ഒരു സാധാരണക്കാരൻ ഒരു വീട് വെക്കുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഓവറോൾ ഇനി പുതിയൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ഇതിനെപ്പറ്റി യാതൊരു ധാരണ ഇല്ലാത്ത ആൾക്കാരായിരുന്നു. അതാ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ആർക്ക് കൊടുക്കണം എന്നൊക്കെയുള്ള ഒരുപാട് പേടിയുണ്ട്. പക്ഷേ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അമേസ് ഹോംസിൽ എത്തിപ്പെട്ടു. പക്ഷേ നല്ല രീതിയിൽ സഹിച്ചേട്ടൻ തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം ഇതിൻ്റെ മുകളിലോട്ട് പിന്നെയും വീട് വയ്ക്കാൻ പോകണുണ്ട്, അതും സഹിച്ചേട്ടൻ തന്നെ. അപ്പം അല്ലാതെ നമ്മൾ കൊടുക്കൂലല്ലോ, നല്ലതാണെങ്കിലല്ലേ ഉള്ളൂ. ഞാൻ ഇവിടെ ആദ്യം വന്നപ്പോൾ ശ്രദ്ധിച്ചത് ഈ ഗ്ലാസ് പോർഷൻ ആട്ടോ. ഇത് ഭയങ്കര ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്, ചെടിയൊക്കെ ആയിട്ട്. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? എൻ്റെ ഒരു ഐഡിയ ആയിരുന്നു. ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഗ്ലാസ് വെക്കാൻ. ഗ്ലാസ് മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ ലൈറ്റും, പിന്നെ ലൈറ്റ്, പിന്നെ ആരുടെ കാര്യം നമ്മളെ സിറ്റ് ഔട്ട് വന്നിട്ട് കുറച്ച് ഇടുങ്ങിയതായതുകൊണ്ട് ഒന്ന് വൈഡാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതെല്ലാവരും നല്ല അഭിപ്രായമാണ്. പക്ഷെ യൂഷ്വലി ആരും അങ്ങനെ ചെയ്യാത്തൊരു ഐഡിയ. കാരണം എല്ലാവരും വിചാരിക്കും സേഫ്റ്റി പ്രശ്നമൊന്നുമില്ല. 2 വർഷം കൂടെ അതെ, 2 വർഷം കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇല്ല, കൊതുകും വരാറുണ്ട്. ഇല്ല, നല്ല ലൈറ്റും ഉണ്ട്, അതുപോലെ നല്ല വ്യൂ ആണ്, ലൈറ്റിംഗ് ഉണ്ട്, നല്ലതാണ്. അത് സത്യം പറഞ്ഞാൽ എല്ലാവരും ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അകത്തിരിക്കുമ്പോൾ നല്ലൊരു എന്താ പറയാ, മഴയാണെങ്കിലും വേറെ ഒരു വീട് പണിഞ്ഞു വെക്കും. അല്ലാതെ രാവിലെ ഒരു 7 മണിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സൺലൈറ്റ്, സൂര്യന്റെ ഒരു നല്ല ചായ കുടിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റിയ സ്പോട്ടാണ്. അപ്പം പക്ഷെ എനിക്ക് വേറെ ഡൗട്ട് ഉണ്ട്, ഇവിടെ ചൂടിന്റെ പ്രശ്നമുണ്ടോ ഇങ്ങനെ ഗ്ലാസ് ചെയ്യുമ്പോൾ? നല്ല ക്വാളിറ്റിയുള്ള സാധനം ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് ഓരോ ഗ്ലാസ് അനുസരിച്ച് മാറി വരും. അപ്പൊ അവര് സജസ്റ്റ് ചെയ്ത മെറ്റീരിയൽ ആയതുകൊണ്ട് ചൂടിന്റെ പ്രശ്നം ഇപ്പൊ ഇല്ല. ഓക്കെ. ഇപ്പൊ ഗ്ലാസിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് കൺസ്ട്രക്ഷനെ പറ്റി ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മളെല്ലാവർക്കും വേണ്ടത് നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിലാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ടൈലായിക്കോട്ടെ അല്ലെങ്കിൽ പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററി ഐറ്റംസ്, ഇതൊക്കെ സെലക്ട് ചെയ്യാൻ അമേസ് ഹോംസ് ഹെൽപ്പ് ചെയ്തായിരുന്നു? ഹെൽപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പം അവരെന്തെങ്കിലും കൊണ്ട് തരണം അങ്ങനെയല്ല. നമുക്ക് ഇഷ്ടമുള്ള സംഭവം
നമ്മുടെ ഇഷ്ടത്തിന് ചൂസ് നമുക്ക് ചെയ്യാം. ഇഷ്ടമുള്ള ഏത് കട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മളെ ഇഷ്ടമുള്ള സംഭവം നമുക്ക് എടുക്കാം. ടൈലെല്ലാം നമ്മളെ ഇഷ്ടത്തിന്, ടൈലെല്ലാം ഞാൻ തന്നെ എനിക്ക് ഇഷ്ടമുള്ള ടൈലെടുക്കും. ഓക്കെ, എല്ലാം നമുക്ക് തന്നെ ബഡ്ജറ്റ് ഫ്രീ ആയിട്ട് തന്നെ കിട്ടി. അതെ. ഇനി സ്റ്റെയർ കേസിന്റെ കാര്യം നോക്കുമ്പോൾ വളരെ ചെറിയൊരു സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു അടിപൊളി സ്റ്റെയർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ശരിക്കും ആരുടെ ഐഡിയ ആയിരുന്നു? സഹിച്ചേണ്ട ഐഡിയ ആയിരുന്നു, പുള്ളിയുടെ തന്നെ കോൺട്രിബ്യൂഷൻ. കാര്യം ഞാൻ നേരത്തെ ഹാളിലോട്ടാ ഇത് പറഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ. അതൊരു വൃത്തികേടാവുമെന്ന് സഹിച്ചേട്ടൻ പറഞ്ഞിട്ട് സഹിച്ചേട്ടൻ തന്നെയാണ് ഇവിടെ. ഇതിപ്പോ കോർണറിലായതുകൊണ്ട് ശരിക്കും ഇങ്ങനെ സ്റ്റെയർ ഇവിടെ ഉണ്ടെന്ന് പോലും ഒരു ഫീല് വരുന്നില്ല. വേറെ സ്റ്റെയറിന്റെ ഡിസ്റ്റർബൻസ്. അതുപോലെ ഈ താഴത്തെ സ്പേസും മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വാഷിംഗ് മെഷീൻ വരുന്നുണ്ട്, വാഷ് ബേസിനും ഉണ്ടല്ലേ. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ താഴെ വെക്കാമല്ലോ. അതെ അതെ. അപ്പൊ ഇനി വീട് വെക്കാൻ പോകുന്ന ആൾക്കാർക്കും അമേസ് ഹോംസ് ആയിരിക്കുമല്ലോ സജസ്റ്റ്? അതെ. ഞാൻ ഇനി എന്റെ ഫ്രണ്ട്സിനും ഒക്കെ അമേസ് ഹോംസിനെ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. ഓവറോൾ ഹാപ്പിയാണ് അമ്മയും? ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ പുതിയൊരു വീഡിയോയിലും പുതിയൊരു വീടിന്റെ ഹോം ടൂറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് വിത്ത് അമേസ് ഹോംസ്.